നമസ്കാരം. ഈ അധ്യായത്തിലൂടെ പറയാൻ പോകുന്ന 6 നക്ഷത്രക്കാർക്ക് കന്നിമാസ ആയില്യം മുതൽ സർപ്പദൈവങ്ങളുടെ അനുഗ്രഹം തുടങ്ങിയിരിക്കുകയാണ്. ഈ 6 നക്ഷത്രക്കാരിൽ ഒരാളെങ്കിലും നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഈ അധ്യായം നിങ്ങൾക്കുള്ളതാണ്. നിങ്ങൾ തീർച്ചയായും കേൾക്കേണ്ടതാണ്. നമുക്കറിയാം, കൺകണ്ട ദൈവങ്ങളാണ് സർപ്പദൈവങ്ങൾ. അവർ അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യന് കിട്ടേണ്ടതായ എല്ലാവിധ ഭാഗ്യങ്ങളും കിട്ടും. എന്നാൽ അവർക്ക് ഹാനികരമായ ഏതെങ്കിലും പ്രവൃത്തി അറിഞ്ഞോ അറിയാതെയോ നമ്മളുടെ മുൻതലമുറക്കാർ പോലും ചെയ്താൽ അതിൻ്റെ ഫലങ്ങൾ പിന്നീടുള്ള തലമുറകൾ വരെ അനുഭവിക്കേണ്ടതായി വന്നേക്കാം. എന്നാൽ ഇവിടെ ഈ കന്നിമാസ ആയില്യം മുതൽ സർപ്പദൈവങ്ങളുടെ അനുഗ്രഹം 6 നക്ഷത്രക്കാർക്ക് വന്നു ചേർന്നിരിക്കുന്നു. അപ്പോൾ ആ നക്ഷത്രങ്ങൾ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിനു മുന്നേ ഈ നക്ഷത്രക്കാരെ പൊതുവേ തന്നെ പറയുന്നതാണ് സർപ്പനക്ഷത്രങ്ങളെന്ന്. അതുകൊണ്ട് തന്നെ ജന്മനാ ഇവർക്ക് സർപ്പദൈവങ്ങളുടെ അനുഗ്രഹമുണ്ട്. പോരാത്തതിന് ഇവിടെ കന്നിമാസത്തിലെ ആയില്യം മുതലുള്ള സമയം, അടുത്ത കന്നിമാസം വരെയുള്ള സമയം, ഈ 6 നക്ഷത്രക്കാർക്ക് അവർ ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും സർപ്പദൈവങ്ങൾ പ്രദാനം ചെയ്യുന്നതാണ്. ഈ 6 നക്ഷത്രക്കാരെ ഇവരെന്ന് പറഞ്ഞാൽ ജന്മനാ മുതൽ, അതായത് ജനിച്ച സമയം മുതൽ സർപ്പദൈവങ്ങളുടെ ഒരു പ്രത്യേക അനുഗ്രഹത്തിന് കാരണമായിട്ടുള്ള ആളുകളാണ്, അല്ലെങ്കിൽ കാരണമായിട്ടുള്ള നക്ഷത്രക്കാരാണ്. ഇവരുടെ ജനനം മുതൽ തന്നെ ഇവർക്കറിയാം, ഇവർ അറിഞ്ഞ് സർപ്പദൈവങ്ങളെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പല വിധത്തിലുള്ള ഭാഗ്യാനുഭവങ്ങൾ, ഒരിക്കലും നടക്കില്ല എന്ന് കരുതിയ കാര്യങ്ങൾ പോലും സർപ്പദൈവങ്ങൾ ഇവർക്ക് സാധിച്ചു കൊടുത്തിട്ടുണ്ടാവും. കാരണം എന്തെന്നാൽ ഇവരെ സർപ്പനക്ഷത്രങ്ങൾ എന്നാണ് പറയുന്നത്. അപ്പോൾ അവർക്ക് സർപ്പദൈവങ്ങളുടെ അനുഗ്രഹം ഈ കന്നിമാസം മുതൽ ലഭിച്ചിട്ടുണ്ട് എന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യം തന്നെയില്ല. ഇവർക്ക് എപ്പോഴും അനുഗ്രഹം, ഭഗവാന്റെ അനുഗ്രഹം, അതേപോലെ സർപ്പദൈവങ്ങളുടെ അനുഗ്രഹം കൂടെ തന്നെയുണ്ട്. ഇവിടെ ഈ ആയില്യത്തിന് ശേഷമുള്ള സമയം നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ. പല രീതിയിലുള്ള മാറ്റങ്ങൾ നിങ്ങൾക്ക് തുടക്കമായിട്ടില്ലേ എന്ന്. ചില തടസ്സപ്പെട്ട് കിടന്ന കാര്യങ്ങൾ, തടസ്സങ്ങൾ മാറിയിട്ടുണ്ടാകും. വിദേശത്തേക്ക് പോകുന്നതിന് തടസ്സമായിട്ട് എന്തെങ്കിലും ഉണ്ടായിട്ട് ഒരുപാട് നാളുകളെ നിങ്ങൾ കാത്തിരുന്നു വിദേശത്തേക്ക് പോകണമെന്നത്. അപ്പോൾ ആ തടസ്സം മാറി വിദേശത്തേക്ക് പോകാനുള്ള തീരുമാനങ്ങളായിട്ടുണ്ടാകും. വിവാഹിതരായിട്ടും 2 വഴിയിൽ കഴിയുന്ന ആളുകൾ, അതായത് ഭാര്യയും ഭർത്താവും പിരിഞ്ഞ് കഴിയുന്നുണ്ട് പലവിധ പ്രശ്നങ്ങളാൽ. ആ പ്രശ്നങ്ങളൊക്കെ മാറുന്നതിൻ്റെ വക്കിലേക്ക് എത്തിയിട്ടുണ്ടാകും. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ. 6 നക്ഷത്രക്കാരായ ആളുകൾക്ക് ഈ കന്നിമാസം മുതൽ ചെറിയ തോതിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചില്ലേ എന്നും ഇനി അതൊരു വലിയ മാറ്റത്തിലേക്ക് ആയിരിക്കും എത്താനായി പോകുന്നത്. അപ്പോൾ ഈ 6 നക്ഷത്രക്കാരെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഇവരുള്ള ഗൃഹങ്ങളിൽ ഇവരോടൊപ്പം വസിക്കുന്നവർക്കും ഇനി ഭാഗ്യസമയം തന്നെയെന്ന് പറയാം. കാരണം അത്രത്തോളം ഭാഗ്യ ദിനങ്ങളാണ് ഇവർക്ക് ഈ കന്നിമാസം മുതൽ തുടങ്ങിയിരിക്കുന്നത്. വളരെയധികം ഭാഗ്യവും നേട്ടവുമുള്ള 6 നക്ഷത്രക്കാർക്ക് ഇവിടെ നമ്മൾ നോക്കാം ഏതൊക്കെയാണ് ആ നക്ഷത്രങ്ങളെന്ന്. ചോതി, പുണർദം, ആയില്യം, ഭരണി, അവിട്ടം, തിരുവാതിര എന്നിവയാണ് ആ 6 നക്ഷത്രക്കാർ. ഈ 6 നക്ഷത്രക്കാർക്കും ഈ കന്നിമാസ ആയില്യം മുതൽ ഭാഗ്യത്തെ ആകർഷിച്ചെടുക്കുവാൻ സാധിക്കുന്നതാണ്. കൂടാതെ ഇവർ വസിക്കുന്ന ഗൃഹത്തിൽ എന്തെങ്കിലും അപകടങ്ങളോ എന്തെങ്കിലും പ്രശ്നങ്ങളോ വന്നാൽ പോലും അതിനെ പ്രതിരോധിക്കാൻ ഇവരുടെ സാമീപ്യം കൊണ്ട്, അല്ലെങ്കിൽ ഇവരുടെ സാന്നിധ്യം കൊണ്ട് സാധിക്കുന്നതാണ്. പോരാട്ടങ്ങളിലൊക്കെ വിജയം കണ്ടെത്താൻ സാധിക്കുന്ന സമയം കൂടിയാണ് ഈ കന്നിമാസത്തിലെ ആയില്യം മുതൽ അടുത്ത ആയില്യം വരെയുള്ള സമയം ഈ 6 നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നത്. പ്രതിസന്ധികളൊക്കെ അകന്നു മാറുന്നതാണ്. കൂടാതെ കയ്യിലേക്ക് ധാരാളം പണം വന്നു ചേരുന്നതാണ്. കുട്ടികളില്ലാതെ വലയുന്ന ദമ്പതികൾക്ക് ഉത്തമ സന്താന യോഗം കാണുന്നുണ്ട്. അപ്പോൾ ഇവർ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. അത് നാഗപ്രീതികരമായ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടതാണ്. 100 പാലും സമർപ്പിക്കുക, കൂടാതെ മഞ്ഞൾപ്പൊടി അഭിഷേകം നടത്തുക. ഇതൊക്കെ നിങ്ങൾ ചെയ്ത് സർപ്പപ്രീതി ഒന്നുകൂടി വരുത്തേണ്ടത് അത്യാവശ്യമാണ്. അതോടൊപ്പം തന്നെ കദളിപ്പഴവും നെയ്പായസവും ഒക്കെ വഴിപാടായി നടത്തുന്നത് നാഗപ്രീതിക്ക് വളരെയധികം ഉത്തമമായ കാര്യങ്ങളാണ്. അപ്പോൾ ഇനി ആ നക്ഷത്രക്കാരിലേക്ക് കടക്കാം. ഇതിൽ ആദ്യത്തെ നക്ഷത്രം ചോതിയാണ്. ചോതി നക്ഷത്രക്കാർക്ക് ഗുണാനുഭവങ്ങൾ ധാരാളമായി വരുന്ന സമയമാണ്. തടസ്സങ്ങളൊക്കെ അകന്നു കഴിഞ്ഞിരിക്കുന്നുണ്ട്. അതായത് സമ്പന്നതയിലേക്ക് എത്തിച്ചേരാൻ നിങ്ങൾക്ക് സാധ്യമാകുന്ന ഒരു വർഷക്കാലം ഈ കന്നിമാസം മുതൽ അടുത്ത കന്നിമാസം വരെയുള്ള സമയം ഭഗവാൻ നിങ്ങളെ തൃക്കൺ പാർത്ത് നോക്കുകയാണ്. നിങ്ങളുടെ എല്ലാവിധ പ്രയാസങ്ങളും മാറുന്നതാണ്. ഇവിടെ ബുധൻ്റെ ഒരു അനുകൂലം കൂടി നിങ്ങൾക്കുള്ളതിനാൽ വിദ്യാർത്ഥികൾക്ക് മികച്ച മാറ്റങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. കൂടാതെ ദാമ്പത്യ ജീവിതം വളരെയധികം സന്തോഷകരമാകുന്ന സമയമാണ്. ദമ്പതികൾക്ക് സമാധാനം വന്നു ചേരും. ഒരുപാട് നാളുകളായി, ഏകദേശം ഒരു 1.5 കൊല്ലം കൊണ്ട് സമാധാനം എന്ന് പറഞ്ഞൊരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ നന്നായിട്ടൊന്നും ഉറങ്ങിയിട്ട് പോലുമില്ല. അങ്ങനെയുള്ള നിങ്ങൾക്കാണ് ഈ
കന്നിമാസത്തിലെ ആയില്യം മുതലൊരു മാറ്റമൊക്കെ തുടങ്ങിയിരിക്കുന്നത്. നിങ്ങൾ നാഗപ്രീതികരമായ കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. അതായത് നൂറുംപാലും നടത്തുക, മഞ്ഞൾപ്പൊടി സമർപ്പിക്കുക, കദളിപ്പഴം നിവേദിക്കുക, അതേപോലെ നെയ്പായസം തുടങ്ങിയ വഴിപാടുകളൊക്കെ സമർപ്പിച്ച് സർപ്പദൈവങ്ങളുടെ പ്രീതി കൂടുതലായി നേടിയെടുക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. ഇവിടെ ഒരു സാമ്പത്തിക കുതിപ്പിലേക്കാണ് ചോതി നക്ഷത്രക്കാർ കടന്നിരിക്കുന്നത്. നിങ്ങൾക്ക് പതിയെ പതിയെ അനുഭവത്തിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. തടസ്സപ്പെട്ടിരുന്ന കാര്യങ്ങൾ, ഒരിക്കലും നടക്കില്ല എന്ന് പറഞ്ഞിരുന്ന പല കാര്യങ്ങൾക്കും ഒരു മാറ്റം, ഒരു ഉലച്ചിലൊക്കെ വന്നിട്ടില്ലേ എന്ന് കേസ് തർക്കങ്ങൾ, കോടതിയുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങളുണ്ടായിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് അനുകൂലമായ വിധിയിലേക്ക് കാര്യങ്ങൾ എത്തി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെയല്ലേ? ഇവിടെ അത് തന്നെയാണ് പറഞ്ഞത്. സർപ്പദൈവങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹമായി തുടങ്ങിയിട്ടുണ്ട്. അടുത്ത കന്നിമാസം വരെ അവരുടെ അനുഗ്രഹം നിങ്ങൾക്കൊപ്പം ഉണ്ടാകുന്നതാണ്. അടുത്ത നക്ഷത്രം പുണർദമാണ്. ജീവിതത്തിന് ഇനി സന്തോഷവും സമാധാനവും ലഭിക്കുന്ന സമയമാണ്. പുണർദം നക്ഷത്രക്കാർക്ക് പരാജയങ്ങളൊക്കെ ഒഴിയുന്നതാണ്. ജോലിയിൽ സ്ഥാനക്കയറ്റം ഉണ്ടാകും. പല കാരണങ്ങൾ കൊണ്ട് പല തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ജോലി വരെ കയ്യിൽ കിട്ടിയില്ല എന്ന് പറഞ്ഞ അവസ്ഥയിൽ തട്ടിത്തെറിച്ച് പോയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ അർഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് സർപ്പദൈവങ്ങൾ എത്തിച്ചു തരുന്നതാണ്. അവസരങ്ങൾ ധാരാളമായി നിങ്ങളുടെ കയ്യിലേക്ക് എത്തിച്ചേരൂ. അത് നിങ്ങൾ കഴിവതും വിനിയോഗിക്കാനായിട്ട് ശ്രമിക്കേണ്ടതാണ്. അലസരായി ഇരിക്കാതിരിക്കുക. ഇവിടെ വളരെയധികം ഭാഗ്യം അനുകൂലമായി വരുമ്പോൾ നമ്മളുടെ ഭാഗത്ത് നിന്ന് പ്രവൃത്തിയും ഉണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമാണ്. ജോലിയിൽ അനുകൂലമായ സാഹചര്യം ഉണ്ടാകുന്നതാണ്. ചില ആളുകൾക്ക് കർമ്മ മേഖലയിൽ പലവിധ ആളുകളുടെ ചില പ്രതിസന്ധികൾ എന്ന് വെച്ചാൽ കൂടെ ജോലി ചെയ്യുന്ന ആളുകളായിരിക്കും, അല്ലെങ്കിൽ മേലുദ്യോഗസ്ഥരിൽ നിന്നും ചില ബുദ്ധിമുട്ടുകളൊക്കെ ആയിരിക്കും. എന്നാൽ ഇവിടെ അനുകൂലമായ സാഹചര്യം സർപ്പദൈവങ്ങൾ ഒരുക്കി തരുന്നതാണ്. സാമ്പത്തികമായും സ്ഥിതി വളരെയധികം മെച്ചപ്പെടുന്ന ഒരു വർഷക്കാലമാണ്. അതായത് ഈ കന്നിമാസം മുതൽ അടുത്ത കന്നിമാസം വരെയുള്ള സമയം ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുവാനായി പോകുന്നത്. അതുകൊണ്ട് തന്നെ സർപ്പപ്രീതികരമായ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കേണ്ടതാണ്. സർപ്പങ്ങൾക്ക് ഹാനി ഉണ്ടാക്കുന്ന ഒരു കാര്യങ്ങളും ഈ നക്ഷത്രക്കാരുടെ ഭാഗത്തു നിന്ന് വരാൻ പാടുള്ളതല്ല. അടുത്ത നക്ഷത്രം ആയില്യമാണ്. ആയില്യം നക്ഷത്രക്കാർക്ക് കാര്യങ്ങളൊക്കെ കൃത്യമായി കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന സമയമാണ്. തടസ്സങ്ങളൊക്കെ മാറുന്നതാണ്. ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതിനോടൊപ്പം തന്നെ ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾക്കും ഒരു മാറ്റമൊക്കെ ഉണ്ടാകുന്നതാണ്. ആഡംബര ജീവിതം നയിക്കാൻ ഭാഗ്യമുണ്ടാകുന്നതാണ്. വീട് മോടി പിടിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ആലോചന മനസ്സിൽ ഒരുപാട് നാളുകളായി നടക്കുന്നുണ്ട്. പക്ഷേ എങ്ങും എത്താതിരുന്ന നിങ്ങൾക്ക് അതിൻ്റെ തീരുമാനങ്ങളൊക്കെ വഴിയൊരുങ്ങുന്ന ഒരു സമയമാണ്. വരുമാന മാർഗങ്ങളിൽ വർധനവുണ്ടാകുന്നതാണ്. സാമ്പത്തിക സ്ഥിതിയിൽ ഗണ്യമായ മാറ്റമുണ്ടാകും. നിങ്ങളോട് കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് തന്നെ അറിയാം, ആയില്യം സർപ്പദൈവത്തിൻ്റെ നക്ഷത്രമാണ്. അപ്പോൾ നിങ്ങൾ എത്രത്തോളം സർപ്പദൈവത്തെ പ്രാർത്ഥിക്കുന്നു അത്രത്തോളം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും നിങ്ങളുടെ പരമ്പരകൾക്ക് വരെ കീർത്തിയും യശസ്സും വർദ്ധിക്കുന്നതാണ്. നിങ്ങളെപ്പോഴും സർപ്പപ്രീതികരമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കണം. മറ്റുള്ള നക്ഷത്രക്കാരെ പോലെയല്ല. ആയില്യം നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ അവരോട് സർപ്പദൈവങ്ങൾക്ക് വളരെയധികം പ്രീതിയും മമതയും ഉള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ വീണ്ടും പ്രീതികരമായ കാര്യങ്ങൾ ചെയ്താൽ ഇരട്ടി ഭാഗ്യമായി യശസ്സും കീർത്തിയുമായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് അത് തിരികെ എത്തുന്നതാണ്. അടുത്ത നക്ഷത്രം ഭരണിയാണ്. ആത്മവിശ്വാസം ഗണ്യമായ തോതിൽ വർദ്ധിക്കുന്ന ഒരു സമയമാണ്. ജീവിതം ഒരു വഴിത്തിരിവിലേക്ക് മാറുന്ന സമയം. തടസ്സങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. വിലങ്ങ് തടികളായി പല മനുഷ്യരും നിന്നിട്ടുണ്ട് നിങ്ങളുടെ മാർഗങ്ങളിൽ. അപ്പോൾ അതൊക്കെ മാറുന്ന സമയമാണ്. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അനുകൂലമായ ഭാഗ്യ സമയമാണ്. കർമ്മനേട്ടമുണ്ടാകുന്നതാണ്. സാമ്പത്തിക മേന്മ നിങ്ങൾക്ക് പ്രതീക്ഷിക്കുക. ഇതിനോടകം ചെറിയ തോതിലുള്ള മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചെറിയ തോതിൽ ലോട്ടറി വരെ അടിച്ച ആളുകൾ ഉണ്ടാകും. നിങ്ങളത് കേൾക്കുന്നവർക്കത് അറിയാം. സഹപ്രവർത്തകരിൽ നിന്നും ചില സഹായങ്ങളൊക്കെ വന്നു ചേരും. സഹപ്രവർത്തകർ ശത്രുക്കളായി മാറിയിട്ടുണ്ട്. നിങ്ങൾ പല ഘട്ടങ്ങളിലും അവരെ സഹായിച്ചിട്ടുണ്ട്. പക്ഷേ ചില സമയങ്ങളിൽ അവർ തന്നെ സഹായം വാങ്ങിയിട്ട് നിങ്ങൾക്ക് നേർ തിരിഞ്ഞ അവസ്ഥയുമുണ്ട്. എന്ത് ചെയ്യണമെന്നറിയാതെ നിങ്ങൾ പകച്ചു വരെ നിന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ കാര്യങ്ങൾ അനുകൂലമാകുന്നു. നിങ്ങൾക്ക് തെറ്റായി അല്ലെങ്കിൽ നിങ്ങളെ ദ്രോഹിക്കാൻ ആര് നിൽക്കുന്നോ അവരെ സർപ്പദൈവങ്ങൾ നോക്കിക്കോളും. അതേപോലെ ഒറ്റ വാക്കിൽ പറയുവാനായിട്ട് നിങ്ങൾ സർപ്പപ്രീതികരമായ കാര്യങ്ങൾ ചെയ്യുക. എപ്പോഴും നാഗദൈവങ്ങളെ മനസ്സിൽ പ്രാർത്ഥിക്കുക. അവർക്ക് ഹാനികരമായ ഒരു കാര്യങ്ങൾ അത് ഈ നക്ഷത്രമെന്നല്ല ആരും ഈ ഭൂമിയിലുള്ളവർ ചെയ്യാൻ പാടില്ല. ചെയ്തു കഴിഞ്ഞാൽ അത് ഒരു തലമുറയ്ക്കെന്നല്ല, അത് വരുന്ന തലമുറകൾക്കെല്ലാം ദോഷമായി ഭവിക്കും. അതുകൊണ്ട് ഏവരും ഇതൊന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ അവരുടെ പ്രീതി ലഭിച്ചാലോ എത്ര തലമുറകൾ നമ്മൾ പറയാറുണ്ട്, അവൻ എത്ര തലമുറ നിന്നാലും തീരാത്തത്ര കാശ് അവൻ്റെ കയ്യിലുണ്ട്, അല്ലെങ്കിൽ അവന് അത്രത്തോളം ധനികനാണ് എന്ന് പറയില്ലേ, അതേപോലെയുള്ള മാറ്റവും യശസ്സും കീർത്തിയും നമ്മളിലേക്ക് എത്തിച്ചു തരും സർപ്പദൈവങ്ങൾ. നിങ്ങൾ മനസ്സിരുത്തി അവരെ പ്രാർത്ഥിക്കുക. അടുത്ത നക്ഷത്രം അവിട്ടമാണ്. അവിട്ടം നക്ഷത്രക്കാരായ ആളുകൾ ഇപ്പോൾ ജോലി അന്വേഷിച്ച് നടക്കുന്ന ചില ആളുകളുണ്ട്. അതായത് പഠിച്ചിറങ്ങിയിട്ട് കൃത്യമായൊരു ജോലി ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ സ്ഥിരമായി ജോലി ലഭിക്കുന്നില്ല, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ജോലി ലഭിക്കുന്നില്ല എന്ന് വിഷമിച്ച് നടക്കുന്നവർക്ക് ഉത്തമമായ ഒരു ജോലിയൊക്കെ ലഭിക്കുവാനുള്ള ഭാഗ്യം ഇവിടെ ഉണ്ടാകുന്നതാണ്.
അതേപോലെ തന്നെ വസ്തു വാങ്ങുവാനോ വിൽക്കുവാനോ ആഗ്രഹിക്കുന്നവർക്ക് നിങ്ങളുടെ ആഗ്രഹം പോലെ കാര്യങ്ങൾ നടക്കുന്ന സമയമാണ്. ആത്മീയമായി മറ്റൊരു തലത്തിലേക്ക് ഉയരുവാൻ നിങ്ങൾക്ക് ഭാഗ്യം സിദ്ധിക്കുന്നതാണ്. സാമ്പത്തികമായി വലിയൊരു മാറ്റം നിങ്ങളിലേക്ക് എത്തുന്ന സമയം കൂടിയാണ് ഈ കന്നിമാസ ആയില്യം മുതൽ അടുത്ത കന്നിമാസ ആയില്യം വരെയുള്ള സമയം നടക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളും സർപ്പപ്രീതികരമായ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. സർപ്പപ്രീതി നേടുക. വളരെയധികം പ്രീതരാണ് അവർ നിങ്ങൾ. എങ്കിലും ഇനിയും സർപ്പപ്രീതികരമായ കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ യശസ്സും കീർത്തിയും മേന്മയും നാൾക്കുനാൾ തന്നെ വർദ്ധിക്കുന്നതാണ്. അടുത്ത നക്ഷത്രം തിരുവാതിരയാണ്. ഉയർച്ചയും ഐശ്വര്യവും തുടങ്ങിയിട്ടുണ്ട് തിരുവാതിര നക്ഷത്രക്കാർക്ക്. ശത്രുനാശമൊക്കെ സംഭവിക്കുന്ന സമയമാണ്. വീട്, വസ്തു, വാഹനം എന്നിവയ്ക്കുള്ള ഭാഗ്യമൊക്കെ കാണുന്നുണ്ട്. യോഗ സമയമാണ്. യോഗങ്ങൾ അനുഭവത്തിൽ വരുന്ന സമയം. ഒരുപാട് മനസ്സിലാഗ്രഹങ്ങളുണ്ട്. ആഗ്രഹങ്ങളൊക്കെ സർപ്പങ്ങളോട്, നാഗദൈവങ്ങളോട് നിങ്ങൾ പറഞ്ഞിട്ടുമുണ്ട്. അതിൻ്റേതായ സമയത്ത് അവർ നിങ്ങളിലേക്ക് അതൊക്കെ എത്തിക്കുന്നതുമാണ്. ഉന്നതിയിലെത്താൻ സാധിക്കുന്ന സമയമാണ്. അഭീഷ്ടങ്ങളൊക്കെയും സിദ്ധിക്കുന്ന സമയം. നിങ്ങളുടെ മനസ്സിൻ്റെ ആഗ്രഹങ്ങൾ, ഇംഗിതങ്ങളൊക്കെ ഭഗവാൻ നടത്തിത്തരുന്ന സമയമാണ്. ഏർപ്പെടുന്ന കാര്യങ്ങളിലൊക്കെ പരാജയമായിരുന്നു ഈ ഇടക്കാലമായിട്ട്. അറിയുന്ന കാര്യങ്ങൾ പോലും ചില സമയങ്ങളിൽ ചെയ്യാൻ പറ്റുന്നില്ല. കാര്യങ്ങളിലേക്ക് എത്തുമ്പോൾ, അതായത് വിദ്യാർത്ഥികളാണെങ്കിൽ എക്സാം ഹാളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പകർപ്പ് പേടി, ആകെ ഒരു പകച്ചു നിൽക്കുന്ന അവസ്ഥയാണ്. ഇൻ്റർവ്യൂവിന് പോയാൽ അങ്ങനെ ഏത് കാര്യത്തിനിറങ്ങിയാലും തടസ്സങ്ങളോട് തടസ്സങ്ങൾ മാത്രം. എന്നാൽ ആ അവസ്ഥയ്ക്ക് ഇവിടെ മാറ്റം തുടങ്ങിയിട്ടുണ്ട്. കന്നിമാസ ആയില്യം മുതൽ അടുത്ത കന്നിമാസ ആയില്യം വരെയുള്ള സമയം തിരുവാതിര നക്ഷത്രക്കാർക്ക് വളരെയേറെ ഉത്തമമായ സമയമാണ്. നിങ്ങളും മുമ്പേ പറഞ്ഞതുപോലെയുള്ള സർപ്പപ്രീതികരമായ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകേണ്ടതാണ്. വളരെയധികം നേട്ടവും ഐശ്വര്യവും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്ന സമയങ്ങളാണ് വന്നിരിക്കുന്നത്. നന്ദി.